സത്യം ബാക്കിലിരുന്ന് ഒളിച്ചിരിക്കും. അപ്പൊ ഞാൻ ഇന്ന് ക്യാമറാമാൻ ആണ്, കാരണം മെഹഫൂസ് ദ ഷെഫ് ഇന്നൊരു മെഹഫൂസ് ഇന്ന് ഷെഫാണ്. അപ്പൊ നമ്മുടെ ചാനലിൽ വെറൈറ്റി ആയിട്ട് നമ്മുടെ ചാനലിൽ ഇതുവരെ വരാത്ത ഒരു കുക്കിംഗ് വ്ളോഗ്, ഒരു കുക്കിംഗ് ശരിയാണ്, കാരണം അവനാണ് കുക്കിംഗ് കുറച്ചുകൂടി ഇഷ്ടം. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് മെഹഫൂസ് ആണ് താരം. അപ്പൊ മെഹഫൂസിന് എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് ഒരുപാട് വ്ളോഗ്സ് ഒക്കെ ഒറ്റക്ക് എടുക്കുന്നതുകൊണ്ട് ഇന്ന് ഒറ്റക്ക് എടുക്കാൻ. അപ്പൊ ഞാൻ മെഹഫൂസിന്റെ അവള് മേക്കപ്പ് ഇടാത്തോണ്ട് വരാത്തതാണ്. അത് എന്റെ വ്ളോഗ്സ് കാണാൻ എല്ലാവർക്കും അറിയാം. ഹോസ്റ്റലിൽ നിന്ന് എന്തണ്ടക്കോളത്തിലാണ് വരാറ്. മേക്കപ്പ് ശരി ശരി മേക്കപ്പ് തീർന്നു പോയല്ലോ അല്ലേ ഇടാൻ പറ്റാതെ. അപ്പൊ നമുക്ക് മടി ഞാൻ കുളിച്ച് റെഡി ആക്കിയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമ്മള് എന്റെ മുടി നല്ല കൊള്ളായിട്ടിരിക്കാൻ നല്ല ലുക്കിലാണ് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഇവിടെ എന്നെ കാണിക്കുന്നില്ല. ഞാൻ എങ്ങനെ നോക്കട്ടെ വേണ്ട, നമുക്ക് ഞാൻ പറഞ്ഞുതരാം. പിസ്സ ഉണ്ടാക്കാൻ പോണേ, ചിക്കൻ പിസ്സ. ഓക്കെ, അതിന് ചിക്കൻ പിസ്സ അങ്ങനെ പറ. ഇവളുടെ ഫേവറേറ്റ് ആണ് ചെയ്യാൻ. എന്താണ് അതിന് എന്താണ് വൈറ്റ് സോസ്, റെഡ് സോസ്, 2 സോസ്. ഞാൻ തന്നെ പേരിട്ട സോസുകളാണ്. അതിൻ്റെ പേര് വേറെന്തൊക്കെയുണ്ട്. പിന്നെന്താണ് ഇത് വേണ്ടത്. ഡൗ ഞാൻ രാവിലെ തന്നെ ചെയ്ത് വെച്ചു, ബിക്കോസ് അത് പൊന്തണം. ഓക്കെ, ഡൗവിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഡൗവിൽ ഈസ്റ്റ് ഇടണം. ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് ഇടേണ്ടത്. പിന്നെ ഇളം ചൂടുവെള്ളം, മീൻസ് ലിറ്റിൽ ഹോട്ട് വാട്ടർ. ആ ഹോട്ട് വാട്ടറും പിന്നെന്താ പഞ്ചസാര ഇതൊക്കെ ഇട്ടിട്ട് കുഴച്ച് റെഡിയാക്കി വെക്കാം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ പൊന്തിക്കോളും. രാവിലെ തന്നെ ചെയ്യാറ്. അതിന് ഉമ്മയുടെ ഹെൽപ്പ് എനിക്ക് കിട്ടാറുണ്ട്. നോണ പറയാൻ പാടില്ല. ഓക്കെ, ഇതാണ് ഡൗ കിട്ടുക. ഡൗ വാങ്ങാനൊക്കെ കിട്ടും പുറത്ത്, പക്ഷെ ഞാൻ ഇത് ഉണ്ടാക്കും. ഇത് മട ഇതുണ്ട് ഫുള്ള്, പക്ഷെ ഞാൻ ഉണ്ടാക്കാറാണ് എടുക്കും. ഓക്കെ ഓക്കെ നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞില്ല റെഡ് സോസ്, അതിനെ പറയുന്നത് പിസ്സ സോസ് എന്നാണ് പറയുന്നത്. ഞാൻ ഉമ്മ പറയുന്നത്. അപ്പോൾ അത് പിസ്സ സോസായിട്ട് കൂട്ടാം. ഞാൻ റെഡ് സോസ് ഉണ്ട്. ഓക്കെ, ആ റെഡ് സോസ് ഉണ്ടാക്കാനാണ് ഈ സാധനം. ദിസ് ഈസ് തക്കാളി, ദിസ് ഈസ് സവോള, ദിസ് ഈസ് ആർക്കും അറിയില്ലായിരുന്നു. ദിസ് ഈസ് വെളുത്തുള്ളി. ഇതൊക്കെ ചെറിയ ചെറിയ പീസാക്കണം. ചെറിയ പീസാക്കിയിട്ട് ഞാൻ കുറച്ചും പറഞ്ഞ പോലെ റെഡ് സോസിനെ പിസ്സ സോസിനകത്തേ വിളിക്കുന്നു ഉമ്മ പറഞ്ഞു. ഓക്കെ, അങ്ങനെ പറയണം. ഓക്കെ, അപ്പോൾ ഇത് തക്കാളി അരി ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇത് എന്താ പറയുക വെളുത്തുള്ളി. ദിസ് ഈസ് സവോള. എന്താണ് ആദ്യം പറയാൻ പറ്റി. ബട്ടറിലും വന്നുണ്ടാക്കിയതാ. 3 തക്കാളി, 1 സവോള, 6 വെളുത്തുള്ളിയുടെ അല്ലി. ഓക്കെ, ഇതൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഞാൻ സൺഫ്ലവർ ഓയിൽ പറയാത്തതുകൊണ്ട് തോക്കി കയറി വേടിയൊക്കെ ഉമ്മ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിൽ അവൾ ഇടുമെന്ന് പറഞ്ഞു. എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇടുമായിരിക്കണം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് റെഡ് സോസ് ആൻഡ് എന്താണ് പിസ്സ സോസിൻ്റെ ഇൻഗ്രീഡിയൻസ്. അങ്ങനെ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കിയിട്ട് സാധനം ഉണ്ടാക്കാം. കമോൺ ലെറ്റ്സ് ഗോ. ഇത്രയും ഫസ്റ്റ് ഓയിൽ ഇത് സാധനമൊക്കെ ഓയിൽ വെച്ച് ചൂടാക്കിയിട്ട് എന്നിട്ട് വേണം മിക്സ് ചെയ്തിട്ട് ഇതാ മിക്സ് ആക്കാം. ഓക്കെ, വെളുത്തുള്ളി ഇടണം. അതൊക്കെ പൊള്ളാനുണ്ടാവും. പിന്നെ സവോള ഇടണം. എൻ്റെ ഇടയിൽ തക്കാളിയൊക്കെ എൻ്റെ ഇടയിൽ ചാടിക്കരുപ്പുണ്ട്. ഇതിന് സവോള ഇടാം. അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് തക്കാളി. ഓക്കെ, അങ്ങനെ ഓർഡർ ചെയ്തിടണം, അല്ലെങ്കിൽ എല്ലാം പറ്റും. അങ്ങനെയാണ് പറഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ. പിന്നെ മനഃപൂർവ്വം ഞാൻ അതിൻ്റെ അടുത്തുണ്ട്. ഇത് നമുക്ക് കുറച്ചൊന്ന് മിക്സ് ആക്കാം. ഓക്കെ, ഇതിലൊരു ചൂടായി ഒന്ന് കളറൊക്കെ മാറുമ്പോഴേക്കും നമുക്ക് എടുത്ത് മിക്സ് ചെയ്യാം. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇത് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിക്കുകയാണ്. ഞാൻ ഉമ്മ അതുകൊണ്ട് ഞാൻ പഠിച്ചു. ഓക്കെ, ഉമ്മ നോക്കി എന്നിട്ട് ഞാൻ പഠിച്ചു. എൻ്റെ ഒപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി. അതാണ് ഞാൻ പണ്ട് സൂപ്പറാണ്. എനിക്ക് പറഞ്ഞു കൊടുക്കും. മേസറൊന്ന് പൊക്കി നിങ്ങൾക്ക് മിഠായി കാണിച്ചു തരാം. എന്താണ് മേസർ പൊക്കാത്തത്? നിന്നെ പൊക്കാൻ പറ്റില്ല. ഞാനൊന്നും വേണ്ട, പൊക്കണ്ട. എല്ലാവർക്കും അറിയാം. നിന്നെ ലോക്കലായിട്ട് നിന്നെ ഞാൻ വെറും മിഠായി അങ്ങനെ പൊക്കണേ. ലോക്കൽ നിന്നെ മറ്റവൻ യൂട്യൂബിൽ ഇതൊന്നും ചൂടായിട്ട് എടുക്കണേ.
ആക്ച്വലി മാഫൂസ് സാധനം ഇടാൻ മറന്നുപോയി. എപ്പോഴും ഇടുന്ന ഒരു സാധനം. ഓ എപ്പോഴും ഇടുന്നില്ലല്ലേ, ഞാനിത് ഭയങ്കര പ്രൊഫഷണൽ ഇതുകൊണ്ട് ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇതിങ്ങനെ ഇതുമ്മ കെട്ടി വെച്ചിരിക്കണം. അപ്പം നമുക്കിങ്ങനെ ഇതിൽ കൂടെ കയറും. ബോറുണ്ട് ഇടാറില്ലാന്ന് തോന്നുന്നു. ഓക്കെ കണ്ടില്ല ഞാനിടാം, ഇങ്ങനെ കുറച്ചിടാം. ഓക്കെ, നമുക്കിനി എന്താണ് വേണ്ടത്, കാശ്മീരി ചില്ലി കൈ കൊണ്ടിടും. അതെൻ്റെ സ്റ്റൈലാണ്, ഞാൻ കൈയൊക്കെ കഴിക്കിട്ടുണ്ട്. ഗൈസ് പൊടി നമുക്ക് സ്പൂൺ കൊണ്ടിടാം, അല്ലെങ്കിൽ എൻ്റെ കൊല്ലുമ്മ. അപ്പം ഇത് നമ്മളെ നോമ്പുറക്കുന്ന വിഭവമാണ്. ഇതിൻ്റെ പിസ ടേസ്റ്റ് ചെയ്ത നോമ്പുറക്കുമ്പോൾ ഞാൻ പറയും എങ്ങനെ ഉണ്ടെന്ന്. ഓ മോള് ടേസ്റ്റ് കേട്ടോ. നിന്റെ പിസല്ലേ മട പിസല്ലേ ടേസ്റ്റ് ചെയ്യാറ്. ഇത് വീഡിയോ എടുത്താ പിന്നെ മിസ്രാത്ത് വല്ല ഇട്ടാ വല്ല പിന്നെ കൊല്ലും. നീ എന്നെ മിസ് ആയിട്ടില്ല. ഇടും നീ എന്നെ മിസ് അയച്ചിട്ടില്ല. ഇല്ല, പിന്നെ അന്ന് ഹംദാനൊക്കെ പാര കഴിച്ച് അത് മട പിസ അല്ല, ഞാനല്ലടി ഉണ്ടാക്കി. അല്ല, ഞാൻ കേറാറില്ല. എനിക്ക് ഇഷ്ടമല്ല. ഇതിന് മിക്സിയിൽ അടിക്കുമ്പോൾ 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് ഏതെടുത്താൽ മതി. ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഇടാറ്, മാഷ് ടൊമാറ്റോ പേസ്റ്റ് ഇടും. പക്ഷെ എൻ്റെ ടേസ്റ്റ് പുള്ളി ചെയ്യാൻ വളരെ സൂപ്പർ. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പോകുന്നു. വൈറ്റ് സോസ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മോസറല്ല ഇഷ്ടമുള്ളവർ ഈ സാധനം കിട്ടും, അല്ലെങ്കിൽ മോസറല്ല വീട്ടിലില്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. പക്ഷെ ഞങ്ങൾ മോസറല്ല ഇടും, ഇത് കൊടുക്കും. നമ്മൾ വേറെ ടേസ്റ്റ് വേറെ ലെവലാണ്, അതുകൊണ്ട്. ഓക്കെ, അതിന് വേണ്ടത് പാല്, മൈദപ്പൊടി, പിന്നെ ബട്ടർ. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബട്ടർ ഇട്ടിട്ട് മൂപ്പിക്കുക. ബട്ടർ ഇട്ടിട്ട് മൈദപ്പൊടി ഇട്ടിട്ട് മൂപ്പിക്കുക. ഇപ്പം ചൂടാക്കി കഴിഞ്ഞിട്ട് പാല് വയ്ക്കുക. പാല് വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് ഇളക്കുമ്പോൾ ഇത് ഇതായത് കട്ട് ചെയ്ത് വരും. അതിൻ്റെ കൺസിസ്റ്റൻസി ആ കട്ട് ചെയ്ത് വന്നു ഭയങ്കര ഒരു നല്ല കട്ട് ചെയ്ത് വരുമ്പോൾ ചൂടാക്കിയിട്ട് വയ്ക്കാം. ചൂടാക്കിയിട്ട് വയ്ക്കാം. ഇതുണ്ടാക്കും. നമുക്ക് ഇത് അതുണ്ടാക്കാൻ പോകും. മൈദപ്പൊടി 2 സ്പൂൺ കേട്ടോ. അത് ഇളക്കാനുള്ള വലിയ സ്പൂൺ ആദ്യം. നിനക്ക് അറിയമ്മ പഠിപ്പിക്കല്ലേ. വീഡിയോയിലുണ്ടാ? ആ അയ്യോ, ഞാൻ പറയണ്ട. ആ എന്താ മനാടിച്ചാ ഇതിനും ഞാൻ പിന്നാണ് യൂട്യൂബിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് എന്നെ ഇൻസ്ട്രക്ട് ചെയ്യും ഇവിടെ 2 ആൾക്കാർ. 2 ആൾക്കാരില്ല, മിസ്സിന് അറിയില്ലല്ലോ. നമുക്ക് ഫസ്റ്റ് ഇടാം. ഇതെന്താ വരാത്ത ഭയങ്കര മെസ്സി കുക്കാട്ട് ഫുള്ള് കൈയോണ്ട ചെയ്യണം അല്ലേ? പ്രോബ്ലം ഇങ്ങനെ ഇങ്ങനെ ഇടപെടാൻ വരും. എനിക്കിഷ്ടമല്ല ഈ ഇടപെടുന്നത് ഭയങ്കര. ഇതൊന്ന് ചൂടായി വെള്ളം പോലെ വേണം. ഇത് നമ്മുടെ റെഡ് സോസ് നമ്മൾ മിക്സ് ആക്കിയിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് നമുക്ക് മിക്സിയിൽ ഉണ്ടാക്കാം. ഇനി ഗൈസ് പീസ് പറയാൻ നല്ല പുറണ്ടോ മീറ്റർ അന്ന് വരെ എന്ത് വിളിക്കും സ്നേഹം സ്നേഹമുണ്ട് ഗൈസ്. വായടക്കൊന്ന് കുക്ക് ചെയ്യാവോ? ഇല്ലല്ലോ വീണ് ചുള്ളി വീണ് അതൊക്കെ വീഴും. അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ ഇട്ടെ. അപ്പോൾ വീണ കുഴപ്പമില്ല. ബുദ്ധി കൂടി നേരെ എടുക്കണ്ടായിരുന്നില്ലേ? ഭയങ്കര ബുദ്ധിയാണല്ലോ കഴിച്ച്. ക്യാമറമാൻ ഒരു രസമില്ല കഴിച്ച്, ഒരു ബുദ്ധിയില്ല കഴിച്ച്. മണ്ടിപ്പോണു. ഇനി നമുക്ക് പാല് വെക്കാം കഴിച്ച്. ഓ പാല് നോമ്പിലപ്പോൾ ഈ പാല് കാണുമ്പോൾ കുടിക്കാൻ തോന്നുന്നു കഴിച്ച്. ദിസ് ഈസ് ലോങ് ലൈഫ് പാൽ കഴിച്ച്. ഓക്കെ, നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് കഴിയുമ്പോൾ പതുക്കെ ഇത് ഈ പരുവമാവണം. ഇങ്ങനെ കട്ട് ചെയ്ത് കുറേ കൈയിടാതെ ഇളക്കിയാൽ ഇങ്ങനെ നല്ലതായിട്ട് കിട്ടും, അല്ലെങ്കിൽ അടി കിട്ടിഞ്ഞ് കിട്ടും. നമ്മൾ ബുദ്ധിയിലൊരു കയ്യില്ലാതെ ഇളക്കാം. മനസ്സിലായാലും കുറച്ച് ബുദ്ധി എനിക്ക് കൂടുതലാണ്. മനസ്സിലായി. ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വയ്ക്കും. നമ്മൾ വേറെ പാത്രത്തിൽ വെച്ചില്ല. ഈ പാത്രത്തിൽ നമുക്ക് സിമ്പിൾ വെക്കാം. ഓക്കെ, ഇത്ര കൺസിസ്റ്റൻസി ആൻഡ് വേണ്ടി നമുക്ക് ഗ്യാസ് ചെയ്യാം. ഓക്കെ, നമുക്കിത് എന്താണ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ മിക്സ്. ഓക്കെ, ഇതിൻ്റെ മെയിൻ ചിക്കൻ പാർട്ട്
അങ്ങനെ നമുക്ക് സ്റ്റൈലിൽ വേണമെങ്കിൽ ചെയ്തു. ചോറ് കൈ മുറിയത് എൻ്റെ മുറി ഞാൻ വിട്ടു. ചിക്കൻ, ഇതാണ് ചിക്കൻ. ഇത് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്തതിന്. കാരണം ഞങ്ങൾ ബോൺലെസ്സാണ് വാങ്ങിച്ചത്. ബോണില്ലതാണെങ്കിൽ ഈ ബോൺലെസ് ആക്കണം. ബുദ്ധിയിലവരങ്ങനെ ചെയ്യണം. ഓക്കെ, ഇതാണ് അതിൻ്റെ മെയിൻ ചിക്കൻ. ഓക്കെ, വർപ്പിക്കും. നീ അത് വീഡിയോ എടുത്താ കൊന്നോണ്ട് ഞാൻ. ഓക്കെ, ദിസ് ഈസ് സവോള, ദിസ് ഈസ് ക്യാപ്സിക്കം. എല്ലാവർക്കും മനസ്സിലായല്ലോ. 2 സവോള, ദിസ് ഈസ് 2 ക്യാപ്സിക്കം. എല്ലാവർക്കും മനസ്സിലായല്ലോ. നൗ ലെറ്റ്സ് ഗോ ടു മേക്ക് ദ ചിക്കൻ. ഇതിന് സവോള എനിക്ക് ഇടാം, 2 സവോളയും. ക്യാപ്സിക്കൻ്റെ ഇടയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കരിഞ്ഞ് പൊള്ളിച്ചാവാൻ ഭയങ്കര ആഗ്രഹം. ഓക്കെ, നമുക്ക് ഈ സവോള ഒന്ന് വഴഞ്ഞ് വരട്ടെ. ഇടയിൽ ക്യാപ്സിക്കൻ്റെ അടി വന്നിട്ട് ഞാൻ പറഞ്ഞത് ക്യാപ്സിക്കം ഇടാം. ക്യാപ്സിക്കം മിക്സ് ചെയ്യുന്നത്. നമ്മൾ ചിക്കൻ ഇടുകയാണ്. നമ്മൾ ആ കുരുമുളകും ഉപ്പും വെച്ചിട്ട് വേവിച്ചിട്ട് ഓക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് കുരുമുളക് കുരുമുളകിനെ ഞാനത് നല്ലപോലെ വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും സംഭവിച്ചിടാം. കുറച്ചിൻ്റെ ബട്ടർ നല്ല കുറവായി പോയ പോലെ തോന്നി. കുറച്ചിൻ്റെ ബട്ടർ നമുക്ക് ബട്ടറിന് കൊളുപ്പിക്കണം. കുക്കറൊന്നുമില്ല. കരി പോയിട്ടൊന്ന് വേണ്ടാവും. പെട്ടെന്ന് അടുക്കുന്ന കണ്ടത് ഫസ്റ്റ് കയ്യിൽ ഒലീവ് ഓയിൽ എടുക്കുക, എന്നിട്ട് ഡൗ എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പഴുത്ത വിചാരിക്കുന്ന ആ പ്ലേറ്റിൽ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഫുള്ള് ചുറ്റിനും മീൻസ് തൊടാറ്റ സ്ഥലം അത്ര ഫുള്ള് ഒലീവ് ഓയിൽ തേക്കണം കേട്ടോ. അപ്പോൾ തേച്ചിട്ട് അങ്ങനെ ഡൗ ഓയിൽ ഇങ്ങനെ ആക്കാം. ഫോർക്ക് എടുക്കുക താതെ ഇങ്ങനെ കുത്തി കൊടുത്താലേ അതിൻ്റെ ഫില്ലിങ്സ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുള്ളൂ. അതാണ് പിന്നെ ചൂടൊക്കെ ആവും. ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നല്ല ഹോളെടുത്തിട്ട് ഇത് കാണിച്ചു കൊടുത്തേ അവർക്ക്. ഇതാണ് നമ്മൾ മറ്റേ ഉണ്ടാക്കിയ റെഡ് പിസ്സ സോസ്. അല്ല, മിക്സാക്കി തിൻ ക്രസ്റ്റ് ആവണം കേട്ടോ. മറ്റേ എൻ്റെ ക്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് ഭയങ്കര കുറച്ചെടുത്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡ് സോസ് എടുക്കാണ്ട് നല്ലോണം പരത്താം. എരിവിഷ്ടമുള്ളവരാണെങ്കിൽ നല്ലോണം പറ്റും. ഇതിന് അറ്റത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. അധികം അറ്റത്തേക്ക് എത്തണ്ട. എന്നാലും അറ്റത്ത് എല്ലായിടത്തും ചിക്കനൊക്കെ ഇടാണ്ടി വരും കേട്ടോ. നമ്മൾ ഫുള്ളിങ്ങനെ പരത്തി കൊടുക്കാം. താഴത്തോർത്തൊക്കെ പരത്തി കൊടുക്കാം. ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇതാക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോണ ചിക്കൻ ഇടുക. ഓ കൈപൊളി.
ചിക്കനിങ്ങനെ നമ്മൾ നശിപ്പിക്കരുത്, അതിൻ്റെ മുകളിലേക്കൊന്നും എത്തണ്ട. നമ്മളിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ എത്തണ പോലെ എല്ലായിടത്തും എത്തണം കേട്ടോ ചിക്കൻ. ഒറ്റ വരെ എത്തിക്കോട്ടെ. നല്ല ചൂടുണ്ട് കഴിച്ച്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സോസ് ആ യൂട്യൂബ് വീഡിയോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിനാണ്, എന്തിന് ഇതില്ലാത്തവർക്കാണ്, എന്തിനാണ് മൊസറല്ല പീസ് ഇല്ലാത്തവരുണ്ട്. പക്ഷെ നമ്മൾ ഇത് രണ്ടിനും ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തുള്ളി എൻ്റെ ഇടയിലൊക്കെ ഒന്ന് എത്തിയാൽ മതി, അധികമൊന്നും വേണ്ട. നമ്മൾ മൊസറല്ല കൊണ്ട് ഇടുന്നതുകൊണ്ട് അതൊന്നും വേണ്ട. ഇങ്ങനെ ഭയങ്കര മെസ്സി കുക്കാണെന്നാണ് എല്ലാവരും പറയുന്നത്. മൈസൂർ പേപ്പറിനോട് കൊണ്ടും നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യുക. നാം പാവമാണ്, കൈ കൊണ്ട് ചെയ്താലെല്ലാം പെർഫെക്ഷൻ കിട്ടും. അതുകൊണ്ട് ഞാൻ നമ്മുടെ മെയിൻ സാധനം തന്നെ അത് മൊസറല്ല ചീസ്. എല്ലായിടത്തും മൈസൂർ പറഞ്ഞ നല്ലോണം മൊസറല്ല ചീസ് ഇടാം. അതുകൊണ്ട് മാത്രം ഇടും. ഞാൻ ടി വി ഒക്കെ ഓഫ് ചെയ്ത് എൻ്റെ സൗണ്ട് എല്ലാവരും കേൾക്കണം. എനിക്ക് മടിക്കാണ് നോക്കി ഗൈസ്. യൂട്യൂബ് എടുക്കാൻ മാത്രം ഇഷ്ടമുള്ളൂ ഗൈസ്. എന്നിട്ട് നമ്മുടെ മെയിൻ സാധനം ഒറിഗാനോ പൗഡർ. അങ്ങനെ എല്ലായിടത്തും എത്തുന്ന പോലെ ഇടാം. സാധാരണ പോലെ ഓവനിലൊന്നല്ല, ഇത് ഗ്യാസിന്മേൽ സ്പെഷ്യൽ പരിപാടികളാണ്. ഞാൻ കാണിച്ചു കൊടുത്തത്, അതിൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തത്, അതിൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഇത് 15 മിനിറ്റ്സ് ആണ് അതിൻ്റെ ടൈം. 15 മിനിറ്റ്സ് അടച്ച് വെച്ചിട്ട് ചൂടാക്കാം. അതൊന്ന് ശരി. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. മേസൂസിന്റെ പിസ്സ. അപ്പൊ ഞാൻ കഴിച്ചത് നല്ല ചൂട്. എന്റെ പേരോട് ആറും പറഞ്ഞ പോലെ അങ്ങനെ എടുക്കല്ലേ, ഇങ്ങനെ ആറും പറഞ്ഞ പോലെ പറ. സൂപ്പർ. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും ടേസ്റ്റിലെ പിസ്സ കഴിച്ചിട്ടുള്ളത് നീ ഉണ്ടാക്കിയതല്ല, എന്റെ ഉമ്മ ഉണ്ടാക്കിയതാണ്. സാധാരണ റെസിപ്പിയാണ്. ഫോളോ ചെയ്തത് നല്ല സൂപ്പറായിരുന്നു. അപ്പൊ വി ആർ സൈനിങ് ഓഫ് ഫ്രം സിയാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.